അപ്പോൾ പരശു രഘു വരും. എൻ്റെ സ്വാമിക്ക് പേര് രഘു. രഘു. അപ്പോൾ 30 വർഷമായിട്ട് ഇവിടെ താമസിക്കാം. ഇവിടെ താമസിക്കാണ്. സ്വാമി 70 കൊല്ലമായിട്ട് ഇവിടെ തന്നെ. അതെ. ഈ ഉത്സവമൊക്കെ 10-30 വർഷമായിട്ട് ഇതേ രീതിയിലാണ്. പിന്നെന്താ നല്ല തേരൊക്കെ വലിക്കാറുണ്ടോ? പിന്നെന്താ ഒന്നും വിടില്ല. പിന്നെ രാത്രി എഴുന്നള്ളത്തൊക്കെ വരും. കടക്കുമ്പോൾ 2 മണി 3 മണിയാവും. അപ്പോൾ ഈ ഭഗവാൻ ദേവന്മാർക്കൊക്കെ നല്ല നല്ല പ്രസാദം വെച്ചിട്ട് ഉറങ്ങിയിട്ട് ഒരാഴ്ചക്ക് മുകളിലായി. 4 കാലിലാണ് നടക്കണത്. എന്നാലും കാണണം എല്ലാം ഈ ഭഗവാന്റെ ഈ ദേവൻ ഉരുളണതൊക്കെ. അപ്പൊ നമ്മളിതാ മുഴുവൻ ഇവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ ഈ കൽപ്പാത്തി പറയണത് ഒരു പുണ്യ സ്ഥലമാണ് കേട്ടോ. കാശിയിൽ പാതി കൽപ്പാത്തി പറയുമല്ലോ. നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഉമ്മർത്തിരുന്ന സമയമില്ല. ഇവിടെ സമയം പോണതേ അറിയില്ല. അപ്പോൾ ഉഷാറാക്കാം നമുക്ക് കേട്ടോ. വളരെ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളെ ശാന്ത ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമുക്കിനി കുറച്ചുപേരെ കൂടെ പരിചയപ്പെടണം. ഈ കൽപ്പാത്തിയുടെ അഗ്രഹാരം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളെപ്പോഴും ഈ ഒരു അഗ്രഹത്തിൻ്റെ വീഥി അല്ലെങ്കിൽ ആ വീഥിയുടെ ചുറ്റുമുള്ള വീടുകൾ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചില അത്ഭുതങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി നമ്മൾ ഇന്നത്തെ ഈ ദേവരഥ സംഗമത്തിൽ പോവാണ്. തേരുരുണ്ട് തുടങ്ങാൻ സമയമായിരിക്കുന്നു. വിഷ്ണു, ഇനി ചില കാഴ്ചകൾ കാണിച്ചു തരാറുണ്ട്. തീർച്ചയായിട്ടും ഇനിയാണ് രസകരമായിട്ടുള്ള കാഴ്ചകൾ വെയിറ്റിംഗ് ആണ്. അതെ, അപ്പോൾ തേരുരുളുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടാം. വാ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ഈ കൽപ്പാത്തിയിലെ പുതിയ കൽപ്പാത്തിയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും ഇവിടെ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഈ പുറത്തുള്ള ഈ ബഹളമൊന്നും അകത്തേക്ക് വരാത്ത നിറയെ പച്ചപ്പൊക്കെയുള്ള ഒരു സ്ഥലം. ഇവിടെ കിളികളുണ്ട്, അതുപോലെ തന്നെ പച്ചപ്പ് നിറയെ ഉണ്ട്. അങ്ങനെ ദീപക് വലയമ്മ, അതെ, നിറയെ പച്ചപ്പുള്ള കിളികളുള്ള വേറെന്താ പറഞ്ഞേ? അതല്ല, പുതിയതായിട്ട് പറ. ശാന്തിയും സമാധാനമുള്ള ഒരിടം. കൽപ്പാത്തിയിൽ തിരക്കണ്ട ഒരിക്കലും ഇങ്ങനെ സ്ഥലത്തിനകത്തുണ്ട് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യത്തിൽ പ്രതീക്ഷിച്ചു. ഞാൻ ഇത്രയും ദിവസത്തിലൂടെ ആണെന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് വിഷ്ണുവിനെ നമ്മൾ ഇത്രയും നേരം പാട്ട് കേട്ടോണ്ടിരുന്നേ. അപ്പോൾ ഇവിടെ ഒരു ഗായികയൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് വേണ്ടി ഇരിപ്പുണ്ട്. വിഷ്ണു, നമുക്ക് ഒന്നിച്ച് കേൾക്കാം. അപ്പോൾ നമ്മൾ ഈ